ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 12 ബുധനാഴ്ച, ലളിതാ ജയന്തി ദിവസമാണ്. അന്ന് പൗർണമിയും കൂടിയാണ്. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2025 ഫെബ്രുവരി 11 വൈകുന്നേരം 6:55 മുതൽ 2025 ഫെബ്രുവരി 12 വൈകുന്നേരം 7:22 വരെയാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം, അതായത് 2025 ഫെബ്രുവരി 12 ബുധനാഴ്ച ലളിതാ ജയന്തിയായി ആചരിക്കുന്നു. ആരാണ് ലളിതാദേവി? ദേവി ത്രിപുര സുന്ദരിയാണ് ലളിതാദേവി. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ വിവിധ രൂപങ്ങളുണ്ട്. അതിലെ ഒരു രൂപമാണ് ലളിത, അതായത് ദേവി മഹാമായ തന്നെ. ആ ദേവി മഹാമായയുടെ ജയന്തി ദിവസമാണ് നമ്മൾ ഫെബ്രുവരി 12 ആചരിക്കുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം മാഘപൂർണിമയിലാണ് ഷോഡശി ദേവിയുടെ ജന്മദിനം ആചരിക്കുന്നത്. 10 മഹാവിദ്യകളിൽ മൂന്നാമത്തെ മഹാവിദ്യയായ ദേവി ആണ് ഷോഡശി. ഷോഡശി ദേവിയെ മഹാത്രിപുര സുന്ദരി, ലളിതാദേവി, രാജരാജേശ്വരി എന്നിങ്ങനെ വിളിക്കുന്നു. 3 ലോകങ്ങളിലും ഏറ്റവും സുന്ദരിയായ ദേവിയാണ് ഷോഡശി. ഷോഡശി ദേവിയെ താന്ത്രിക പാർവതിയായും ആരാധിക്കാറുണ്ട്. ദേവിയെ ശ്രീയന്ത്രമായും മഹാവിദ്യയായുമൊക്കെ ആരാധിക്കുന്നു. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന. ഇതും ദേവിയെ സൂചിപ്പിക്കുന്നു. ആദിഗുരുവായ ശങ്കരാചാര്യർ ശ്രീവിദ്യയുടെ രൂപത്തിൽ ഷോഡശി ദേവിയെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ശങ്കരപീഠങ്ങളിൽ ഷോഡശി ദേവിയെ ശ്രീയന്ത്രത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നത്. നമുക്ക് ഒരു കഥ നോക്കാം. ഒരിക്കൽ മഹാദേവനും ശ്രീ പാർവതീദേവിയും ഒരുമിച്ചിരിക്കുന്ന തങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ മഹാദേവൻ ശ്രീദേവിയെ കാളി കാളി എന്ന് വിളിക്കുന്നു. ദേവി മഹാദേവൻ്റെ ആ വിളിയിൽ അത്യന്തം അപമാനിതയായിത്തീരുന്നു. തൻ്റെ കറുത്ത രൂപത്തിൽ നിന്നും സ്വയം മോചിതയായി ഗൗരി രൂപത്തിലേക്ക്, അതായത് വെളുത്ത നിറത്തിലുള്ള രൂപത്തിലേക്ക് മാറണമെന്ന് മഹാദേവി തീരുമാനിക്കുന്നു. അത്തരമൊരു നിശ്ചയം എടുത്ത ശേഷം ദേവി കൈലാസത്തിൽ നിന്നും അപ്രത്യക്ഷയായി. അതിൻ്റെ ഫലമായി മഹാദേവൻ ഒറ്റയ്ക്കായി. അതേസമയം ഒരു ദിവസം നാരദ മഹർഷി കൈലാസത്തിൽ എത്തിച്ചേരുന്നു. അദ്ദേഹം മഹാദേവനോട് ദേവിയെക്കുറിച്ച് ചോദിക്കുന്നു. മഹാദേവൻ ഇങ്ങനെ പറയുന്നു: മഹാദേവി കൈലാസത്തിൽ നിന്നും അപ്രത്യക്ഷയായി, ദേവി എന്നെ ഒറ്റയ്ക്കാക്കി. ഇങ്ങനെ ഭഗവാൻ നാരദരോട് പറയുകയാണ്. നാരദർ തൻ്റെ തപസ്സിൻ്റെ ശക്തിയാൽ ദേവിയെ ധ്യാനിച്ചു. ദേവി സുമേരു പർവ്വതത്തിൻ്റെ വടക്കുഭാഗത്തെവിടെയോ ഉണ്ടെന്ന് നാരദർ കണ്ടെത്തുന്നു. നാരദർ ഉടൻ തന്നെ മഹാദേവിയെ ധ്യാനിക്കുന്നു. നാരദന്റെ സ്തുതിയിൽ സന്തുഷ്ടയായ ദേവി മഹാദേവനെക്കുറിച്ച് നാരദരോട് ചോദിക്കുകയാണ്. അപ്പോൾ നാരദർ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, മഹാദേവൻ വീണ്ടും വിവാഹം കഴിക്കുവാൻ പോവുകയാണ്. ദയവായി അവിടെ വന്ന് വിവാഹം തടയണം. നാരദരുടെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദേവി 3 ലോകങ്ങളിലും അതുല്യവും അതിമനോഹരവുമായ ഒരു രൂപത്തിൽ കൈലാസ പർവ്വതത്തിലേക്ക് മടങ്ങിയെത്തി. ദേവി മഹാദേവന്റെ അടുത്തെത്തുന്നു. ശിവന്റെ ഹൃദയത്തിൽ സ്വന്തം രൂപം
കാണുന്നു. എന്നാൽ ആ രൂപം മറ്റാരുടേതോ ആണെന്ന് ദേവി കരുതുന്നു. ദേവി മഹാദേവനോട് കോപിക്കുവാൻ തുടങ്ങി. ആരാണ് അങ്ങയുടെ മനസ്സിൽ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്ന് ഒന്ന് മാറി നിന്നപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ മറ്റൊരാൾ കുടിയിരിക്കുന്നുവോ? ഇങ്ങനെ പറഞ്ഞിട്ടാണ് മഹാദേവി വഴക്കുണ്ടാക്കുന്നത്. ദേവി കോപിക്കുന്നത് കണ്ടപ്പോൾ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു, ദേവി ധ്യാനിച്ച് അവിടുത്തെ ആന്തരിക കണ്ണുകളാൽ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക. എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ നിഴലോ പ്രതിച്ഛായയോ ഉണ്ടോ എന്ന് അവിടുന്ന് നോക്കുക. അവിടുത്തേക്ക് എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ രൂപം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മഹാദേവി തൻ്റെ ആന്തരിക കണ്ണുകളാൽ മഹാദേവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ ദേവിക്ക് മനസ്സിലാകുന്നു മഹാദേവൻ പറഞ്ഞത് സത്യമാണെന്ന്. അതായത് മഹാദേവൻ്റെ ഹൃദയത്തിൽ മഹാദേവി മാത്രമേ ഉള്ളൂ. അതിനുശേഷം മഹാദേവി മഹാദേവനോട് ഹൃദയത്തിലെ നിഴലിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ മഹാദേവൻ ഇങ്ങനെ പറയുന്നു, മഹാദേവി, 3 ലോകങ്ങളിലും ഏറ്റവും മനോഹരമായ രൂപം അവിടുന്ന് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലുമെല്ലാം തന്നെ വളരെ പ്രസിദ്ധിയായി തീർന്നിരിക്കുന്നു. ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയായ ദേവിയായി അവിടുന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ത്രിപുര സുന്ദരിയാണ്. സുന്ദരിയായും പഞ്ചമിയായും ശ്രീയായും ത്രിപുര സുന്ദരിയായും അവിടുന്ന് പ്രശസ്തയാകും. എപ്പോഴും 16 വയസ്സ് മാത്രം പ്രായമുള്ളതിനാൽ അവിടുന്ന് ഷോഡശി എന്ന പേരിലും പ്രസിദ്ധയാകും. അങ്ങനെ പറഞ്ഞ് മഹാദേവൻ ശ്രീ പാർവതിയെ സമാധാനിപ്പിക്കുന്നു. ദേവിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മഹാദേവിയുടെ ജയന്തിയാണ് ഫെബ്രുവരി 12-ാം തീയതി, പൗർണമി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനാണോ തൻ്റെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മഹാദേവിയെ ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ലളിതാ ജയന്തി ദിവസം. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നവർക്ക് തങ്ങളുടെ ലൗകിക ജീവിതത്തിലുണ്ടാകുന്ന സകലവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനായി മഹാദേവിയുടെ അപാരമായ കാരുണ്യം ലഭിക്കുന്നതാണ്. ഇതുവരെ ലളിതാ സഹസ്രനാമം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ലളിതാ ജയന്തി ദിവസം. എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്, എപ്പോഴാണ് ജപിക്കേണ്ടത്, ആർക്കൊക്കെ ജപിക്കാം, ഇതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. എല്ലാവർക്കും ലളിതാ സഹസ്രനാമം ജപിക്കാം. പീരീഡ്സ് ആയിരിക്കുമ്പോൾ ജപിക്കണ്ട. ആ സമയത്ത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ജപിച്ചുകൊള്ളുക. അതല്ലാത്ത ദിവസങ്ങളിൽ, അതായത് ശരീരശുദ്ധി ഉള്ള ദിവസങ്ങളിൽ വിളക്ക് തെളിയിച്ച് നമുക്ക് ജപിക്കാം. രാവിലെയും വൈകുന്നേരവും ജപിക്കാം. എങ്കിലും ഉത്തമം അതിരാവിലെ ജപിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം, അതിൽ ദോഷമില്ല. കൂടുതൽ ഉത്തമം അതിരാവിലെയുള്ള ജപത്തിനാണ് എന്ന് മാത്രം. എങ്ങനെയാണ് ജപിക്കേണ്ടത്? നിർബന്ധമായും നിലവിളക്ക് തെളിയിച്ച് തന്നെ ജപിക്കുക. ആ നിലവിളക്കിൻ്റെ മുമ്പിൽ മഹാദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ വെക്കുക. ദേവിയുടെ ഫോട്ടോ അലങ്കരിക്കുക. ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ വിളക്കിനെ ദേവിയായി മനസ്സിൽ സങ്കല്പിക്കുക. ദേവിക്ക് അർച്ചനകൾ ചെയ്തുകൊണ്ട് നമുക്ക് സഹസ്രനാമം ജപിക്കാം. അതായത് ഓരോ നാമം ജപിക്കുമ്പോഴും ഓരോ പൂക്കൾ ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ വിളക്കിൻ്റെ
ചുവട്ടിലേക്ക് സമർപ്പിക്കുകയോ ചെയ്ത് ജപിക്കാം. അർച്ചന ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ദേവിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ജപിക്കാം. ലളിത സഹസ്രനാമം ജപിക്കാം. ഒരു കാരണവശാലും തറയിലിരുന്നു കൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കരുത്. ഒരു പായിട്ടിട്ട് അതല്ലെങ്കിൽ ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്നു കൊണ്ട് വേണം ജപിക്കാൻ. താഴെ ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കസേര എടുത്തിട്ട് അതിലിരുന്നും നമുക്ക് ജപിക്കാം. എങ്കിലും കുറേശ്ശെ താഴെ ഇരുന്ന് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് താഴെ ഇരുന്ന് ചമ്രം മണഞ്ഞ് ജപിക്കുമ്പോൾ കാലൊക്കെ വേദനിക്കും, കാല് പെരുക്കുന്നത് പോലൊക്കെ തോന്നും. ആ സമയത്ത് കാലൊക്കെ നീട്ടി വെച്ച് ജപിക്കുക. കുറേശ്ശെ താഴെ ഇരുന്ന് ജപിച്ച് പഠിക്കണം. അപ്പോഴേ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് മടങ്ങാനും നിവരാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ശീലിക്കണം. താഴെ ഇരുന്ന് ജപിച്ച് നമ്മൾ ശീലിക്കണം. ഇനി സാധിക്കില്ല, ചിലർക്ക് ഒട്ടും പറ്റാത്ത ആളുകൾ കാണും, അവരെ കസേരയിലിരുന്ന് ജപിക്കുക. വിളക്ക് അവിടെ തെളിയിച്ച് വെച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ അമ്മയോട് പറയുമ്പോൾ അമ്മ നമുക്ക് നൽകുന്ന സംരക്ഷണം, ചില ഉപദേശങ്ങൾ, ചിലപ്പോൾ ഒന്ന് വഴക്കു പറയും, എന്നിട്ട് നേർവഴിക്ക് നടത്തും. അതുപോലെ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നതിനായി മഹാദേവി എപ്പോഴും കൂടെയുണ്ടാകും. ദേവിക്ക് ഒരു പഴമെങ്കിലും സമർപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കിണ്ടിയിൽ അല്പം ജലമെങ്കിലും സമർപ്പിക്കുക. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുക. പീരീഡ്സ് ആയിരിക്കുമ്പോൾ വിളക്ക് തെളിയിച്ച് നമുക്ക് ജപിക്കാൻ സാധിക്കുകയില്ല. ആ സമയത്ത് നമ്മുടെ മുറിയിലിരുന്ന് അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമം ജപിക്കുക. 108 തവണ ജപിക്കാം, 1008 തവണ ജപിക്കാം. 1008 തവണ ജപിക്കുന്നത് അത്യുത്തമം. 1008 തവണയൊക്കെ ജപിക്കാനായിട്ട്, അതല്ലെങ്കിൽ 108 തവണയൊക്കെ ജപിക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യണം? ഒരു ജപമാല മേടിച്ചു വെക്കണം. അല്ലെങ്കിൽ ഒരു ജപമാല നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ മാലയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഒരു 108 മണികളുള്ള ഒരു വലിയ മാലയായിട്ട്, പഴയ മാലകളുണ്ടെങ്കിൽ അതൊന്ന് കോർത്ത് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി അല്പം പനിനീരൊക്കെ തളിച്ച് ശുദ്ധമാക്കി എടുത്തതിനു ശേഷം തൽക്കാലത്തേക്ക് അത് ജപിക്കാനായി ഉപയോഗിക്കാം. അതായത് എണ്ണം അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ജപമാല മേടിച്ചു വെക്കുക. എല്ലാവരും ജപമാലയിൽ ജപിച്ച് ശീലിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ജപമാലയുടെ ആവശ്യമില്ല. അതല്ലാതെ 108 തവണ 1008 തവണയൊക്കെ നാമങ്ങൾ ജപിക്കുമ്പോഴാണ് ജപമാലയുടെ ആവശ്യം. ആദ്യമായിട്ട് ജപിക്കാൻ തുടങ്ങുന്ന ആളുകൾ ദേവിക്ക് ദക്ഷിണ വെച്ചിട്ട് ജപിച്ചു തുടങ്ങുക. അതായത് ഒരു വെറ്റയും ഒരടക്കയും 1 രൂപ നാണയവും ദേവിക്ക് ദക്ഷിണ വെച്ച് ജപിക്കാനായിട്ട് തുടങ്ങുക. ഇനി വെറ്റയും അടക്കയും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു നോട്ട്, അതല്ലെങ്കിൽ 1 രൂപയുടെ ഒരു തുട്ട് എടുത്ത് ദേവിയുടെ പടത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമസ്കരിച്ച് ജപിക്കുക. ആ നാണയം പിന്നീട് ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. ഇങ്ങനെ ലളിതാ സഹസ്രനാമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തുടങ്ങുമ്പോൾ, അതായത് ജപം നടത്തി തുടങ്ങുമ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രകടമായ മാറ്റം ഉണ്ടാകുന്നതായി കാണാനായിട്ട് സാധിക്കും. ഉറപ്പാണ്. അത്രത്തോളം ശക്തിമത്തായ ഒരു നാമമാണ് ലളിത സഹസ്രനാമം. ഉറപ്പാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ഒരു കാരണവശാലും
വെറും നിലത്തിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കരുത്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം, വടക്കോട്ട് തിരിഞ്ഞിരുന്നും ജപിക്കാം, പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് വേണമെങ്കിലും ജപിക്കാം. പക്ഷേ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് അത്ര നല്ലതല്ല. കിഴക്കോട്ടും വടക്കോട്ടുമാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ മഹാദേവിയെ പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇനി വരുന്ന പൗർണമി. അന്നേ ദിവസമാണ് ലളിത ജയന്തിയുമായി ആചരിക്കുന്നത്. മഹാദേവിയുടെ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങുക. ഇപ്പോൾ സ്ഥിരമായി ജപിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അന്നേ ദിവസം ദേവിയുടെ ജയന്തിയാണ്. അതുകൊണ്ട് ദേവിക്ക് ശർക്കര പായസം നമ്മുടെ കൈയാൽ ഉണ്ടാക്കി നൈവേദ്യമായി സമർപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ദേവി ഉപാസകരെല്ലാവരും തന്നെ മഹാദേവിയുടെ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ദേവിക്ക് നമ്മുടെ കൈയാൽ എന്തെങ്കിലും ഒന്നുണ്ടാക്കി സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. അതുകൊണ്ട് അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അതനുസരിച്ചിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.